ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെറോൺസ് ഫോർമുല എന്ന ചാപ്റ്ററിലെ 10.1 എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുകൂടെ കണ്ടു നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദി ട്രയാങ്കുലർ സൈഡ് വാൾസ് ഓഫ് എ ഫ്ലൈ ഓവർ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്സ്. ദി സൈഡ്സ് ഓഫ് ദി വാൾസ് ആർ 122 മീറ്റർ, 22 മീറ്റർ ആൻഡ് 120 മീറ്റർ. The advertisements yield an earnings of rupees 5,000 per meter square per year. A company hired one of its walls for 3 months. How much rent did it pay? അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഒരു പോർഷൻ്റെ ആണ് നമ്മൾ കാണേണ്ടത്. ഏരിയ കാണേണ്ടത് ഈ ഒരു പോർഷൻ്റെ ആണ്. ഇതാണ് നമ്മുടെ വാൾ വരുന്നത്. ആ വാളിൻ്റെ സൈഡ്സ് ആണ് തന്നിട്ടുള്ളത് 122 മീറ്റർ, 22 മീറ്റർ ആൻഡ് 120 മീറ്റർ. ഇതൊരു ട്രയാങ്കുലർ ഫീൽഡാണ് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കുലർ ഫീൽഡിൻ്റെ ഇവിടെ എത്രയാണ് നമുക്ക് റെൻറ്റ് വരുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഭാഗത്തിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. ആ ഏരിയ ഫൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഏരിയ കാണാം. ഏരിയ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെറോൺസ് ഇക്വേഷനാണ്. അപ്പോൾ ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിൻ്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. നമ്മൾ ആദ്യം ഇതിൻ്റെ സൈഡ്സ് ഒന്ന് നോട്ട് ചെയ്യാം. സൈഡ്സ് ഇതാണ് 122 മീറ്റർ, 120 മീറ്റർ ആൻഡ് 22 മീറ്റർ. എല്ലാം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. എസ് ഫൈൻഡ് ചെയ്യുക. എസ് എന്ന് പറയുമ്പോൾ പെരിമീറ്ററിൻ്റെ ഹാഫാണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 122 പ്ലസ് 22 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം. അപ്പോൾ 122 പ്ലസ് 120 പ്ലസ് 22, 2 plus 2 4, 2 plus 2 plus 2 6, 1 plus 1 2. Therefore 264 divided by 2 that is equal to, ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 2ൽ 2 1 times, 6ൽ 3 times, 4ൽ 2 times. അപ്പോൾ 132 എന്ന് വരും. അപ്പോൾ എസ് 132 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു 132. S minus A is equal to 132 minus 122. That is equal to 2 minus 2 0, 3 minus 2 1. അപ്പോൾ S minus A എന്ന് പറഞ്ഞാൽ 10 ആണ്. S minus B is equal to 132 minus 120. 2 minus 0 2, 3 minus 2 1. That is equal to 12. S minus B is equal to 12 എന്ന് വരും. Then S minus C equal to 132 minus 22. 2 minus 2 0, 3 minus 2 1, 1 minus 0 1. That is 110. അപ്പോൾ നമ്മുടെ S minus Aയും S minus B, S minus C എന്നിവ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C, which is equal to S എന്ന് പറഞ്ഞാൽ 132 ആണ്. അപ്പോൾ 132 into S minus A എന്ന് പറയുമ്പോൾ S minus A 10 ആണ്. അപ്പോൾ 10 into S minus B 12 into S minus C 110. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 132 മാറ്റി നമുക്ക് പ്രോഡക്റ്റ് ആക്കി എഴുതാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 132 നമുക്ക് ഡയറക്റ്റ് അറിയുന്നതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് ആക്കി അങ്ങ് എഴുതിയാൽ മതി. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ LCM എടുത്ത് നോക്കുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക, എന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ 13 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 6 2s are 12, 1 ക്യാരി ഓവർ പോവും. അപ്പോൾ ഇവിടെ 12 ആവും. അപ്പോൾ 12ൽ 2 എന്ന് പറയുന്നത് 6 ടൈംസ് ആണ്, 66 എന്ന് വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 11 കൊണ്ട് ചെയ്താലും മതി. ഇപ്പോൾ 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6ൽ 2 3 ടൈംസ് ആണ്, അതുപോലെ തന്നെ 6ൽ എഗെയിൻ 3 ടൈംസ് വരും. അപ്പോൾ 33 എന്ന് വരും. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3ൽ 3 1 ടൈംസ്, 3ൽ 3 1 ടൈംസ്, അപ്പോൾ 11 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റി എഴുതി കൊടുക്കാം. 132 മാറ്റിയിട്ട് ഇങ്ങനെ വരും. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 11 എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു
11. ഇത്രയും വന്നത് 132 ആണ്. ഇതാണ് എഴുതിയത്. ഇനി നമുക്ക് 10 അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു 12നെ 4 ടൈംസ് 3 എന്ന് എഴുതാം. ഇൻറ്റു 110നെ 11 ഇൻറ്റു 10 എന്ന് എഴുതി. ഇനി നമുക്കിതിനെ പെയറാക്കിയിട്ട് എഴുതാം. സെയിം ആയിട്ട് വരുന്നതിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കാം. 2 ടൈംസ് 2 ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. 2 ഇൻറ്റു ഇവിടെ 3 രണ്ടെണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. 3. അടുത്തത് 11. 11 നിന്ന് ഒരെണ്ണം എടുത്തു. 10 നിന്നും ഒരെണ്ണം എടുത്തു. ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു ഇനി 4 ആണുള്ളത്. 3 നമ്മൾ ഓൾറെഡി ഔട്ട് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആ 2 എഴുതിയാൽ മതി. ഇനി നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 2 ടൈംസ് 2 4, 4 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 12 ഇൻറ്റു 11, 12 ഇൻറ്റു 11 എന്ന് പറയുമ്പം 12 ടൈംസ് 11 ഈസ് ഈക്വൽ ടു 1 ടൈംസ് 2 2, 1 ടൈംസ് 1 1, 1 ടൈംസ് 2 2, 1 ടൈംസ് 1 1, 132, 132 എന്ന് വരും. അപ്പോൾ 132 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 1320 എന്ന് വരും. ഇതാണ് നമുക്ക് ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏരിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി റെൻറ്റ് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ റെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. വി നോ ദാറ്റ് ദി റെൻറ്റ് ഓഫ് അഡ്വർടൈസ് പെർ ഇയർ ഈസ് ഈക്വൽ ടു ₹5,000. നമുക്ക് 5,000 ആണ് ഒരു വർഷത്തേക്കുള്ള റെൻറ്റ് എന്ന് പറയുന്നത്. അത് പെർ മീറ്റർ സ്ക്വയറിനാണ്. പെർ മീറ്റർ സ്ക്വയറിനുള്ള റെൻ്റാണ് 5,000 റുപ്പീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് 3 മന്തിനുള്ള റെൻ്റാണ്. അപ്പോൾ therefore the rent of one wall for 3 months. അപ്പോൾ 3 മന്ത്സിനുള്ള റെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ എന്ന് പറയുന്നത് 1320 ആണ്. ഇൻറ്റു 5,000 ആണ് പെർ ഇയറിനുള്ള റെൻറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റു 3 മന്തിനാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 3/12. അതായത് 12 എഴുതിയത് ഒരു 1 ഇയറിൽ 12 മന്താണുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ 3 മന്തിലേക്കുള്ളതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 3/12 എന്ന് വന്നത്. ഇനി നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 130 ഇത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2നെ 12 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 13ൽ 12 എന്ന് പറയുന്നത് 1 ടൈംസ് ആണ്. 1 പിന്നെ 1 വരും. അപ്പോൾ 12ൽ എഗെയിൻ 1 എന്ന് വരും, പിന്നെ 0. അപ്പോൾ 110 ആണ്. 110 ഇൻറ്റു 5,000 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ 5 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 15,000 ഇൻറ്റു 110 ഇൻറ്റു 15,000, 15 ഇൻറ്റു 11, 1 ടൈംസ് 5, 1 ടൈംസ് 1, 1 ടൈംസ് 5, 1 ടൈംസ് 1, 165. അപ്പോൾ നമുക്കിത് എന്ത് വരും, 165 കൊടുക്കുക. 165 പിന്നെ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 സീറോസ് ആണ് വരുന്നത്. നമ്മുടെ ആൻസർ ഇങ്ങനെ വരും. 16,50,000 റുപ്പീസ് ആണ് വരുന്നത്. 16,50,000 റുപ്പീസ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയും റുപ്പീസാണ് നമുക്ക് 3 മന്തിലേക്കുള്ള റെൻറ്റ് എന്ന് പറയുന്നത്. Next question. There is a slide in a park. One of its side wall has been painted in some color with a message, "Keep the park green and clean." If the sides of the wall are 15 meter and 6 meter, find the area painted color. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു ട്രയാങ്കുലാർ ഫീൽഡ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കീപ് ദി പാർക്ക് ഗ്രീൻ ആൻഡ് ക്ലീൻ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് എഴുതിയതൊന്നല്ല നമ്മൾ നോക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യന് ട്രയാങ്കുലാർ ഫീൽഡ് ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഭാഗം ഉണ്ട് അത്രയും ഏരിയ ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ ട്രയാങ്കിളിൽ ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ട് സൈഡ് ഇതാണ്. 11 മീറ്റർ, 6 മീറ്റർ ആൻഡ് 15 മീറ്റർ. ഇനി നമുക്ക്
ഏരിയ കാണാൻ വേണ്ടി ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏരിയ കാണാൻ വേണ്ടി ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എസ് കാണണം. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അപ്പോൾ 6 പ്ലസ് 11 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 11 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 17 പ്ലസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 16 എന്ന് വരും. അപ്പോൾ 16 മീറ്റർ ആണ് എസ് എന്ന് പറയുന്നത്, അതായത് പെരിമീറ്ററിൻ്റെ ഹാഫ്. ഇൻ ഏരിയ കാണാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി വിച്ച് ഈസ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ എസ് കിട്ടിയിട്ടുണ്ട് 16 ആണ്. അപ്പോൾ നമുക്ക് എസ് മൈനസ് എ എസ് മൈനസ് ബിയും എസ് മൈനസ് സി കൂടെ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 16 മൈനസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 5. ദെൻ എസ് മൈനസ് b is equal to 16 minus 6 that is equal to 10. Then s minus c equal to 16 minus 15 equal to 1. അപ്പോൾ എല്ലാ സൈഡ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5, 10 and 11. 16 into 5, 10 and 1. ഇനി നമുക്കിതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 16ൻ്റെ റൂട്ട് നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുത്ത് എഴുതാം. 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് എഴുതാം. പിന്നെ വരുന്നത് 5 അതുപോലെ എഴുതി ഇൻറ്റു ഇവിടെ 10നെ നമുക്ക് മാറ്റി എഴുതാം. 10നെ 5 ഇൻറ്റു 2 എന്ന് എഴുതാം. 1 അതുപോലെ തന്നെ എന്നോട്ടെ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 5 രണ്ടെണ്ണത്തുനിന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. 2 റൂട്ടിനുള്ളിൽ തന്നെ കൊടുത്തു. അപ്പോൾ 4 ഇൻറ്റു 5 20 റൂട്ട് 2 എന്ന് വരും. അപ്പോൾ 20 റൂട്ട് 2 മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ 2 sides of which are 18 centimeter and 10 centimeter and the perimeter is 42 centimeter. ഇവിടെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ 42 ആണ്, 42 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ തന്നിട്ടുള്ളത് സൈഡ്സ്, 2 സൈഡ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. എ എന്ന് പറയുന്നത് 18 എന്നെടുക്കാം, ബി ഈസ് ഈക്വൽ ടു 10 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സി ആദ്യം കാണണം. സി നമുക്കറിയില്ല. സി കണ്ടതിന് ശേഷം വേണം ഏരിയ കാണാൻ. സി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെരിമീറ്ററിനെ എങ്ങനെ മാറ്റി എഴുതാം? പി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആണല്ലോ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ 42 ആണ്. അപ്പോൾ ഇവിടെ 42 എന്ന് എഴുതി. എ എന്ന് പറയുന്നത് 18 ആണ്, പ്ലസ് ബി 10 പ്ലസ് സി. ദെൻ 42 ഈക്വൽ ടു 18 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 28 പ്ലസ് സി. ദെൻ സി ഈസ് ഈക്വൽ ടു ഈ 28നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? 42 മൈനസ് 28. അപ്പോൾ 42 മൈനസ് 28 എന്ന് പറഞ്ഞാൽ 14 കിട്ടും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് സി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എസ് മൈനസ് എയും എസ് മൈനസ് ബി എസ് മൈനസ് സി ആണ്. എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ പി ബൈ 2 ആണ്, അതായത് പെരിമീറ്ററിൻ്റെ ഹാഫാണ്. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 എന്ന് വരും. അപ്പോൾ എസ് 21 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ എന്ന് പറയുന്നത് S minus A is equal to 21 minus 18 that is equal to 3. S minus B 21 minus 10 is equal to 11. S minus C is equal to 21 minus 14 that is equal to 7. നമുക്ക് എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി കിട്ടി. എസ് എന്ന് പറഞ്ഞാൽ 21 ആണ്. ഇത് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു
എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ 21 ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഇൻറ്റു എസ് മൈനസ് ബി 11 ഇൻറ്റു എസ് മൈനസ് സി 7. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇപ്പോൾ 21നെ 3 ഇൻറ്റു 7 എന്ന് എഴുതി, ഇൻറ്റു 3 അതുപോലെ എഴുതി, ഇൻറ്റു 7ഉം അതുപോലെ തന്നെ എഴുതി, ഇൻറ്റു 11. നമുക്ക് ഇതിൽ നിന്ന് പെയറാക്കിയിട്ട് എഴുതാം. ഇവിടെ 2 3 ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. 7ഉം 2 ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. റൂട്ട് 11 അതുപോലെ എഴുതി. അപ്പോൾ 3 ടൈംസ് 7 എന്ന് പറഞ്ഞാൽ 21 ആണ്. therefore 21 റൂട്ട് 11 എന്ന് വരും. which is equal to 21 റൂട്ട് 11 മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ സ്ക്വയർ. എല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നത്, അതുകൊണ്ട് തന്നെ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. Sides of a triangle are in the ratio 12:17:25 and its perimeter is 540 cm. Find its area. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോസ് ആണ് 12:17:25. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 12x + 17x + 25x ഈസ് ഈക്വൽ ടു പെരിമീറ്റർ എത്രയാണ്? 540 ആണ്. അപ്പോൾ നമുക്ക് 540 എന്ന് എഴുതാം. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാം. എക്സിൻ്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ഓരോ സൈഡും എത്രയാണ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ 12 + 17 + 25 എന്ന് പറയുമ്പോൾ 54x വരും. അപ്പോൾ 54x ഈസ് ഈക്വൽ ടു 540. therefore x ഈസ് ഈക്വൽ ടു 540 ഡിവൈഡഡ് ബൈ 54. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 10 എന്ന് വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 10 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 10. എക്സ് 10 ആണെങ്കിൽ ഓരോ സൈഡ്സും എന്ത് വരും? 17x. 17x എന്ന് പറഞ്ഞാൽ 17 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 170. 12x. 12x എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ദെൻ 25x. 25x is equal to 25 into 10 that is equal to 250. അപ്പോൾ നമുക്ക് സൈഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സൈഡ്സ് വന്നത് ഇങ്ങനെയാണ് 170, 120 ആൻഡ് 250. നമുക്ക് എസ് ഫൈൻഡ് ചെയ്യാം. ഈ 3 സൈഡ്സിൻ്റെയും ഹാഫാണ് എസ് എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്താലും മതി, പെരിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 540 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 270 എന്ന് വരും. അപ്പോൾ 270 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എസ് എന്ന് പറയുന്നത്. therefore എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 270 മൈനസ് ഫസ്റ്റ് സൈഡ് വരുന്ന 170 ആണ്. 170 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 - 0, 7 - 7 0, 2 - 1 1. therefore എസ് മൈനസ് എ 100 എന്ന് വന്നു. എസ് മൈനസ് ബി ഈസ് ഈക്വൽ ടു 270 മൈനസ് 120. 0 - 0, 7 - 2 5, 2 - 1 1. therefore 150 എന്ന് വരും. അപ്പോൾ എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 150 ആണ്. ദെൻ എസ് മൈനസ് സി ഈസ് ഈക്വൽ ടു 270 മൈനസ് 250 വിച്ച് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് എല്ലാ സൈഡ്സും കിട്ടിയിട്ടുണ്ട്. ഈ ഹെറോൺസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹെറോൺസ് ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. therefore എസ് എന്ന് പറഞ്ഞാൽ 270 ആണ്. 270 ഇൻറ്റു എസ് മൈനസ് എ 150 ഇൻറ്റു എസ് മൈനസ് ബി 100 ഇൻറ്റു എസ് മൈനസ് സി 20. നമുക്കിതിനെയൊക്കെ ഒന്ന് മാറ്റി എഴുതി കൊടുക്കാം. 100നെ ഔട്ട് സൈഡിലേക്ക് എടുക്കുക. 100ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 10 വരും. പിന്നെ വരുന്ന റൂട്ടിൻ്റെ അകത്ത് വരുന്നത് 270. 270യെ മാറ്റി 27 ഇൻറ്റു 27 ടൈംസ് 10 എന്ന് എഴുതാം. 150 15 ടൈംസ് 10 ഇൻറ്റു 20 അതുപോലെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് പെയറാക്കാൻ പറ്റുന്നത് ഔട്ട് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ഈ 10 ഓൾറെഡി ഉണ്ട്. ഇൻറ്റു ഇവിടെ വരുന്ന
ഇത് രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിന് ഔട്ട് സൈഡിലേക്ക് എടുത്തു ഇൻറ്റു ഈ 27 മാറ്റി എഴുതാം. അതുപോലെ 27 നമുക്ക് 3 ടൈംസ് 9 എന്ന് എഴുതാം. 15 3 ടൈംസ് 5 എന്ന് എഴുതാം. അതുപോലെ 20യും അങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഇതിന് ഞാൻ റൂട്ടിൻ്റെ അകത്ത് തന്നെ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. 27 3 ടൈംസ് 9 ഇങ്ങനെ എഴുതി ഇൻറ്റു 15 3 ടൈംസ് 5 ഇൻറ്റു 20 4 ടൈംസ് 5 എന്നെഴുതി. ഇനി എന്തിനാ നമുക്ക് പെയറാക്കി കഴിഞ്ഞാൽ ഇവിടെ 10 ടൈംസ് 10 ഉണ്ട്. അതിന് ഞാൻ 10 ടൈംസ് 10 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 100 എന്ന് എഴുതി. ഈ റൂട്ടിന് അകത്തുള്ളതിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. അപ്പോൾ 9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ 3 2 ടൈംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ഔട്ട് സൈഡിലേക്ക് എടുത്തു. പിന്നെ വരുന്ന 5ഉം രണ്ട് പ്രാവശ്യം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എഴുതി 5 ഇൻറ്റു പിന്നെ വരുന്ന 4 ആണ്. അപ്പോൾ 4ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2. പിന്നെ നമുക്കിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 3 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പം 5 ടൈംസ് 2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 100 ഇൻറ്റു 9 ഇൻറ്റു 10 ആണ്. അപ്പോൾ എന്ത് വരും? 9 പിന്നെ 3 സീറോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 9000 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 9000 ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഹാസ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആൻഡ് ഈച്ച് ഓഫ് ദി ഈക്വൽ സൈഡ്സ് ഓഫ് 12 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഐസോസെലസ് എന്ന് പറയുമ്പോൾ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. നമുക്ക് തേർഡ് സൈഡിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ABC അങ്ങനെ എടുത്തങ്ങനെ ചെയ്യാം. അപ്പോൾ S ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ തന്നിട്ടുണ്ട്? പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു A + B + C ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് പെരിമീറ്റർ 30 ആണ്, അതിവിടെ എഴുതി. A എന്ന് പറയുന്നത് 12 ആണ്, ഈക്വൽ സൈഡ്സ് ആണ് 12 വന്നത്. അപ്പോൾ 12 + 12 + C എന്നെടുത്തു. നമുക്ക് 30 ഈക്വൽ ടു 12 + 12 24 + C. ദെൻ C ഈസ് ഈക്വൽ ടു 30 - 24 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ നമുക്ക് C എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ S - A, S - B, S - C കാണണം. നമുക്കറിയാം എസ് എന്താണ്? പെരിമീറ്ററിൻ്റെ ഹാഫാണ്. അപ്പോൾ പെരിമീറ്റർ 30 ആണ്. അപ്പോൾ 30/2 എന്ന് പറഞ്ഞാൽ 15 ആണ്. ദെർഫോർ 15 - 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 വരും. അതുപോലെ തന്നെ S - Bയും 3 ആണ് വരുന്നത്. 15 - 12 3. ദെൻ S - C എന്ന് പറഞ്ഞാൽ 6 ആണ് തന്നത്. C 6 ആണ്. അതുകൊണ്ട് തന്നെ 15 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. എല്ലാ സൈഡ്സും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. S ഈസ് A ഈക്വൽ ടു S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C. S എന്ന് പറഞ്ഞാൽ 15 ആണ്. Therefore 15 ഇൻറ്റു S - A 3 ഇൻറ്റു S - B 3 ആണ്. S - C എന്ന് പറയുമ്പോൾ 9 ആണ്. ഇനി നമുക്കിവിടെ 9ൻ്റെ റൂട്ട് ഔട്ട് സൈഡിൽ എടുത്തു, 3 എന്ന് എഴുതി. ഇവിടെ 2 3 ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. പിന്നെ വരുന്ന റൂട്ട് 15 ആണ്. നമ്മുടെ ആൻസർ എന്ത് വരും? 9√15 എന്ന് വരും. അപ്പോൾ 9√15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്സസൈസിലെ കംപ്ലീറ്റ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് PYQ കൂടെ ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.